ഒരു പൂച്ച ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണു. പിന്നൊരിക്കൽ പച്ചവെള്ളം കണ്ടപ്പോ അത് വഴിമാറിപ്പിക്കണം. എന്ന് വെച്ചാൽ വിശേഷ ബുദ്ധിയില്ലെന്ന് നമ്മൾ കരുതുന്ന ജന്തുക്കൾക്ക് പോലുമുണ്ട് ചെറിയൊരു വിശേഷ ബുദ്ധി. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. പല്ലും 32 ഇപ്പോഴും വായിക്കാത്ത തന്നെ ഉണ്ടാവോ? എന്നെ രക്ഷിക്കാൻ ഒരുത്തിനെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ ആ പുകപ്പുരക്കകത്തിരുന്ന് തളിഞ്ഞു പോയാൻ. തന്റെ ഈ വീമ്പ് പറച്ചിലിനേക്കാൾ സുഖാതായിരുന്നു. അറിയാം, രക്ഷിക്കാമെന്നത് തെറ്റായി പോയിന്നറിയാം. പക്ഷെ ജോലി ചെയ്ത കാശിന്റെ കണക്ക് തീർക്കണമല്ലോ. എത്രയും പെട്ടെന്ന് എന്നെ ഒഴിവാക്കിത്താ. എന്നിട്ട് ഇവിടെ നിന്ന് നാട് നന്നാക്കുക, തല്ലുകൊള്ളുക, എന്ത് വേണേ ചെയ്തു. ഇതാരടാ? ഇവനോട് 2 വർത്താനം പറഞ്ഞിട്ട് തന്നെ റോഡെന്താ കുടുംബ വകയാണെന്ന് വിചാരിച്ച? എന്താ? ഓ, സിസ്റ്റർമാരാണല്ലേ? ഏത് ചെകിട് പൊട്ടനെ വണ്ടി ഓടിക്കുന്നത്? ഹോൺ അടിച്ചാ കേക്കില്ലേ? ഇങ്ങോട്ട് ഇറക്കി വിട്. ഇറങ്ങടാ. ഓടിച്ചത് സിസ്റ്ററാണല്ലേ? ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോ റോഡ് നിയമങ്ങളൊന്നും പഠിച്ചില്ലേ? അതോ പുറകിൽ നിന്ന് ആര് ഹോൺ അടിച്ചാലും വഴി മാറി കൊടുക്കില്ലെന്നുള്ള അഹങ്കാരോ? ഇയാള് റോഡ് നിയമം പഠിച്ചിട്ടുണ്ടെങ്കിൽ ജീപ്പ് ഇങ്ങനെ കുറുകെ ഇടുവോ? ആഹാ, അത് കൊള്ളാം. തോന്നിയാസം കാണിച്ചതും പോരാ, പിന്നെ വർത്താനവും. എന്നാലേ ചെയ്ത തെറ്റിന് മാപ്പ് പറയാതെ ഈ വണ്ടി ഇവിടുന്ന് മാറില്ല. എങ്കിൽ പിന്നെ കളി പഠിച്ചിട്ട് തന്നെ പോവാം. എവിടെയായി ചെറുമല? കുട്ടിക്കാനത്തിനടുത്തുള്ള സ്ഥലം തോന്നുന്നു. എനിക്കത്ര കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ നിന്ന് ഒരു 32 കിലോമീറ്റർ ഉണ്ടാവും. കുട്ടിക്കാനത്തിൽ പോകുന്ന വഴി 7-ാം മൈലിൽ ചെന്ന് തിരിഞ്ഞാൽ മതി. അവിടെയല്ലേ ഈ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ ഒരു സ്ഥാപനം ഉള്ളത്? ഏയ്, അങ്ങനെ സ്ഥാപനമായിട്ടൊന്നുമില്ല. ഒരു മഠമുണ്ട്. അവര് നാട്ടുകാർക്കൊക്കെ അത്യാവശ്യത്തിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. എന്താ, ചെറുമല ധ്യാനം കൂടാൻ പോവാണോ? എങ്കിൽ നമുക്ക് ഒത്തുപോവാം. ഓ, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ വെങ്കടി പുറപ്പെടല്ലേ? സാർ, എന്റെ സാലറിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. നമുക്ക് ബാംഗ്ലൂരിൽ വെച്ച് കാണാം. സാർ, കാണുന്നത് ബാംഗ്ലൂരിലോ മൈസൂരിലോ സൗത്ത് ആഫ്രിക്കയിലോ എവിടെ വെച്ചോ ആകാം. അതല്ല പ്രശ്നം. ഇപ്പൊ പണം അനുഭവം നനച്ച് 3 പശുക്കളും ആത്തുകാരിയും കുറെ നാളായിട്ട് പാലക്കാട്ടിൽ കണ്ണിലെണ്ണ ഒഴിച്ച് കഴിയാണ്. അവരോട് ഞാൻ പുല്ല് തന്ന് ജീവിച്ചോളാം കട്ട എഴുതട്ടെ. താൻ ഇത്ര ദരിദ്രാവസ്ഥയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ തന്ന ചെലവിനുള്ള കാശില്ലേ, അതിൽ നിന്ന് 2000 രൂപ എടുത്ത് പാലക്കാട് അയക്കൂ. ബാക്കിയൊക്കെ ബാംഗ്ലൂർ ചെന്നിട്ട് സമയമില്ല, നമുക്ക് ഉടനെ പുറപ്പെടണം. താനിതുവരെ റെഡിയായില്ലേ? എടോ, 10:00 നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം. എനിക്ക് ഇന്ന് ഇവിടുന്ന് പുറപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്ന് തന്നെ ബാംഗ്ലൂരിലെത്തി സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയാലേ മറ്റന്നാൾ അവിടെ ജോലി തുടങ്ങാൻ പറ്റൂ. എനിക്ക് ഇവിടുന്ന് പുറപ്പെടാൻ പറ്റില്ല. താൻ എന്താണ് ഈ പറയുന്നത്? ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചതല്ലേ? കൃത്യസമയത്ത് നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ അവന്മാര് വേറെ ക്വാർട്ടർ ഏർപ്പാട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബോംബെ വിളിച്ച് ചൗഹാനോ തിവാരിയോ ഫ്രീ ആണോ എന്ന് അന്വേഷിക്കും. ചുമ്മാ ഭ്രാന്ത് പറയല്ലേ ബോബി. ഈ ചൗഹാനും തിവാരിയോ ഒക്കെ ഇവിടെ എപ്പോഴെത്താൻ? ഈ ലാസ്റ്റ് മിനിറ്റിലാണോ ഇതൊക്കെ പറയുന്നത്? ബോബി, എന്നെ ചതിക്കരുത്. എനിക്കിതല്ലാതെ വേറൊരു മാർഗമില്ല. എങ്കിൽ എന്റെ ക്വാർട്ടർ മാർവാടി കൊണ്ടുപോയത് തന്നെ.
ശമ്പളം കൂട്ടാനുള്ള അടവാണെങ്കിൽ അത് പറ. എത്ര വേണം? എത്ര വേണമെന്ന് പറയണോ? ദേവി ഇതെന്നെ ഒന്ന് ഒഴിവാക്കി തരണം. ശമ്പളമൊന്നും അല്ല എന്റെ പ്രശ്നം. പിന്നെ എന്താണ് തന്റെ പ്രശ്നം? കൂടുതലൊന്നും എന്നോട് ഇപ്പൊ ചോദിക്കരുത്. പിന്നെ ആരോട് ചോദിക്കും? ബോബി, ഇതുപോലുള്ള പല സന്നിഗ്ധ ഘട്ടങ്ങളിലും താൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം പറയാം. 6 മാസത്തേക്കുള്ള എല്ലാ കോൺട്രാക്റ്റുകളിൽ ഒപ്പിട്ടത് ഞാൻ മാത്രമല്ല, താനും കൂടാ. താനത് വയലേറ്റ് ചെയ്താൽ എല്ലാ നഷ്ടവും താൻ തന്നെ വഹിക്കേണ്ടി വരും. മനസ്സിലായോ? ടെയിൽ റോട്ടർ ആരാ ചെക്ക് ചെയ്ത്? ഒരു അൺയൂഷ്വൽ വൈബ്രേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഐ ക്യാൻ ഫീൽ ഇറ്റ് ഓൺ മൈ പെഡൽ. താൻ വെങ്കടിയെ വിളിക്കാൻ നോക്ക്. സർ, വെങ്കടി ഹിയർ. ഓവർ. ടേക്ക് ഓഫിന് മുമ്പ് താനാണോ ടെയിൽ റോട്ടർ ചെക്ക് ചെയ്തത്? എനി പ്രോബ്ലം സർ? എന്താ വെങ്കടി സാറേ, എന്ത് പറ്റി? ടെയിൽ റോട്ടറിന് എന്തോ പ്രോബ്ലം ഉണ്ട്. യാത്ര തുടരാൻ പറ്റില്ല. റോബി, പേടിക്കണ്ട. മീറ്ററിൽ ഇറങ്ങണം. ടെയിൽ റോട്ടർ വൈബ്രേഷൻസ് വെരി ഡേഞ്ചറസ്. ഓവർ. ഫോറസ്റ്റ് ഏരിയയാണ്. ഇറങ്ങാൻ സ്ഥലമില്ല. ഒരു ലാൻഡിംഗ് പ്ലേസിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, എന്റെ സാധനമാർക്ക് ഒന്നും പറ്റില്ല. Can you hear me? Venkati speaking. Can you hear me? ലൈനും കട്ടായിട്ട്. Yes. We have found the place. Going for emergency landing. Venkati, they have landed safe. എന്താണോ ഹെലികോപ്റ്ററിന് പറ്റിയത്? നോക്കിയിട്ടേ പറയാൻ പറ്റൂ. കർത്താവേ, ഇനി എപ്പോഴാ ബാംഗ്ലൂരിൽ എത്തുന്നത്? ആദ്യം ജീവൻ തിരിച്ചു കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറ. ഇത് അന്ത്യനാളുകളുടെ കൊടുങ്കാറ്റല്ലേച്ചാ? അല്ലടോ, ഇതൊരു ഹെലികോപ്റ്ററാ. ആണോ? ഏത് സ്ഥലമായത്? കണ്ടിട്ടേതോ പള്ളിയാണെന്ന് തോന്നുന്നു. ഒഴിഞ്ഞു പോ! ഒഴിഞ്ഞു പോകാൻ!
തിരിഞ്ഞു പോകാനാ പറഞ്ഞത്. സിസിലിയെ, എന്റെ കത്തി ഇങ്ങെടുക്ക്. അച്ഛോ, യവന്മാർ രണ്ടിനെ ഞാനിപ്പോ കൊല്ലും. വേണ്ട വേണ്ട ചാക്കോ, അസുഖം ഭേദമായതാണല്ലോ. ആര് പറഞ്ഞോളൂ എനിക്ക് അസുഖമാണെന്ന്? ഹെലികോപ്റ്റർ കണ്ട് പേടിച്ചതായിരിക്കും. മോളെ ചാക്കോയെ കൂട്ടിക്കൊണ്ട് വെഞ്ചരിച്ച വെള്ളം കൊടുക്കും. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫാദറിന്റെ വീടാണോ ഇത്? എന്താ നിങ്ങൾക്ക് കണ്ണുകളിലൂടെ ഇത് വീടാണോ പള്ളിയാണോ അറിയാൻ? ഹെലികോപ്റ്റർ ഇറക്കുന്നത് ഇവിടെ? സോറി ഫാദർ, ഞങ്ങൾ ബാംഗ്ലൂർക്ക് പറക്കുന്ന വഴി ഹെലികോപ്റ്റർ പെട്ടെന്ന് കേടായി. പെട്ടെന്നൊരു എമർജൻസി ലാൻഡിംഗ് ആവശ്യമായി വന്നു. സത്യത്തിൽ ഈ ദേവാലയത്തിന്റെ മുന്നിൽ ഇറക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടത്. എല്ലാം കർത്താവിന്റെ തീരുമാനമാണ് കുഞ്ഞെ. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് ഒരു മെഴുകുതിരിയും കത്തിച്ചിട്ടേ പോകൂ. പക്ഷെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യണം. എന്ത് പരിഹാരം? അച്ഛൻ പറഞ്ഞില്ല എല്ലാം കർത്താവിന്റെ തീരുമാനമാണെന്ന്. ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതും കർത്താവിന്റെ തീരുമാനമായിരിക്കും. അരുത് കുഞ്ഞെ, കർത്താവിനെ നിന്ദിക്കരുത്. കർത്താവല്ലല്ലോ, നിങ്ങളല്ലേ ഇവിടെ ഹെലികോപ്റ്റർ ഇറക്കിയത്? ഞാനല്ല, ഇയാളാ. അച്ഛോ, ഞങ്ങളുടെ ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സും ക്രൂസ് ഇവിടെ എത്തുന്നവരെ ഞങ്ങൾ ഇവിടെ തങ്ങാൻ അനുവദിക്കണം. സോറി, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്കാവില്ല. അതെടുക്കേണ്ടത് ഇവിടുത്തെ മദർ സുപ്പീരിയറാണ്. മദർ, ഈ പാലിന്റെ കണക്ക് നോക്കണ്ടേ? വാ കുഞ്ഞാപ്പി, പാടാ. വാട്ട് ഈസ് ഓൾ ദിസ് ഫാദർ? മദർ, ഇവരൊരു അപകടത്തിൽപ്പെട്ട് ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കിയതാ. അതെ മദർ. ഇവിടുത്തെ മൗനധ്യാനം മുടങ്ങി, രോഗശാന്തി ശുശ്രൂഷ മുടങ്ങി. പക്ഷേ 2 ജീവൻ രക്ഷപ്പെട്ടില്ലേ മദർ? അത് ഞങ്ങളുടെ ഭാഗ്യത്തെക്കാളേറെ ഈ പാവന ഭൂമിയുടെയും നിങ്ങളെപ്പോലുള്ള പരിശുദ്ധാത്മാക്കളുടെയും പുണ്യം കൊണ്ടാ. ലാസറിന് യേശുദേവൻ പുനർജന്മം കൊടുത്തതുപോലെ അല്ലേ ബോബി? അതെ. ഇവരുടെ ഗ്രൗണ്ട് എഞ്ചിനീയർ വന്ന് ഇത് നന്നാക്കാനുള്ള ഒരു സാവകാശം. അവരെത്തി അരമണിക്കൂറിനകം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പറക്കും. ഓക്കെ, ഫാദറിന്റെ മേടയിലെങ്ങാനും തൽക്കാലം ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ശരി മദർ. താങ്ക് യു മദർ. താങ്ക് യു മദർ.